ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് കാണിച്ചു തരുന്നത് ഒരു ഞണ്ട് തീയലിൻ്റെ റെസിപ്പിയാണ്. ഞണ്ട് വറുത്തരച്ച് നമ്മൾ കറി വയ്ക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ഒരു വ്യത്യസ്തത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞണ്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോടെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ മാംസം മാത്രം എടുത്തിട്ടാണ് നമ്മളിവിടെ തീയൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളാരെങ്കിലും ഇങ്ങനെ തീയൽ വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ ഞണ്ടൊക്കെ കറി വെച്ച് കഴിക്കുമ്പോഴാണെങ്കിലും റോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോഴാണെങ്കിലും അത് തല്ലി പൊട്ടിച്ചൊന്ന് കഴിക്കാനായിട്ട് എത്ര കഷ്ടപ്പാടാണ്. ഇതിപ്പോൾ നമ്മൾ കറി വെക്കുന്നതിന് മുന്നേ തല്ലി പൊട്ടിച്ചെടുത്തിട്ട് കറി വെക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു വെറൈറ്റി ആയിരുന്നു, അതേപോലെ ടേസ്റ്റിയുമായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 കിലോ അടുത്ത അളവിൽ ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കിത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞണ്ടെല്ലാം നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് ഈ ഞണ്ട് കറിച്ചട്ടിയിൽ വെച്ചിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ അതൊന്ന് മുങ്ങി നിൽക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല, അതത്രയും മുങ്ങി നിൽക്കുന്ന അത്രയും മതിയാകും. അതിനുശേഷം ആവശ്യത്തിനുള്ള അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഞണ്ട് നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും. നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഞണ്ട് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞണ്ടെല്ലാം ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മാംസമെല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് വേണം നമ്മൾക്കതിൻ്റെ മാംസമൊക്കെ പൊട്ടിച്ചെടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങാരപ്പ് തയ്യാറാക്കണം, വറുത്തരച്ച തേങ്ങാരപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതിയോളം ചിരവി എടുത്തതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തന്നെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം നല്ല രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഞണ്ടെല്ലാം തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തല്ലി പൊട്ടിച്ച് അതിൻ്റെ മാംസം ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ തല്ലി പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ കറി വയ്ക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കറി വെച്ച് കഴിയുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഞണ്ടെല്ലാം ഇവിടെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മാംസം മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്തായാലും കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു 10ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് തയ്യാറാക്കി നോക്കുക. നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാത്തത് വെളുത്തുള്ളി കുറച്ച് അലർജിക്കാണ് ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് വെളുത്തുള്ളി സ്കിപ്പ് ചെയ്തത്. അപ്പോൾ നമ്മളിതാ ഉള്ളിയൊക്കെ വഴറ്റുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണിൽ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾക്ക് ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വഴന്ന് കിട്ടും. ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ നമ്മളുടെ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടും. പിന്നീട് ഞാനിതിലേക്ക് തക്കാളിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി പുളിക്ക് നമുക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയിട്ടാണ് നമ്മളുടെ ഈ തീയൽ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെറിയ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഞണ്ട് വേവിച്ചപ്പോൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തേങ്ങ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം വേണം നമുക്ക് ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം വഴന്ന് വന്ന സമയത്ത് ഞാൻ നമ്മുടെ വറുത്തരച്ച തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരപ്പ് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് അരപ്പ് ലൂസാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോയിട്ടുമില്ല, എന്നാൽ തന്നെ ഒട്ടും കുറുകിയുമില്ല. ഒരു മീഡിയം പരുവത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്കിത് മൂടി വെച്ച് തിളപ്പിക്കാം. അരപ്പൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾക്ക് ഞണ്ടിൻ്റെ മാംസകഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരപ്പെല്ലാം നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്കൊരു
ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന രീതിയിൽ, അതേപോലെ തന്നെ അരപ്പൊന്ന് തിളച്ച് വറ്റി കുറുകി വരണം. ആ ഒരു സമയം മതിയാവും. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ മതിയാവും. അപ്പോൾ നമ്മളുടെ വറുത്തരച്ച ഞണ്ട് കറി, അതായത് ഞണ്ട് തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ടാണ് നമ്മളിവിടെ വറുത്തരച്ച് കറി തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട്, വളരെ സോഫ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. വലിയ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഞണ്ടിൻ്റെ ആ മാംസമൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.